ഹലോ, വീനാസ് കൃഷി വ്ളോഗ്സിൻ്റെ പുതിയൊരു ഷോർട്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന മണിത്തക്കാളിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഒരു തൈ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊരു ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വളർത്തി ഇപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മണിത്തക്കാളി. നിങ്ങളിൽ പലരും ഈ ചെടി കണ്ടിട്ടോ ഉണ്ടാകും, ചിലരുടെയൊക്കെ വീട്ടിലും ഇത് കാണും. അപ്പോൾ ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയും പൂവും കായും തണ്ടും എല്ലാം ഭക്ഷ്യയോഗ്യമാണ്. അതുപോലെ തന്നെ വായ്പുണ്ണുള്ളവർക്കും വയറ്റിനകത്ത് അൾസർ ഉള്ളവർക്കും ഒക്കെ ബെസ്റ്റ് സാധനമാണ്. നമ്മളെ ഈ മണിത്തക്കാളി പഴുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമ്മളെ വയറ്റിനകത്തുള്ള അൾസർ പോകാൻ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മാർഗ്ഗമാണ്. ഇത് നമുക്ക് ചെടിച്ചട്ടികളിലോ അല്ലെങ്കിൽ തറയിലോ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. ഇത് സാധാ പുല്ലൊക്കെ വളരും പോലെ ഇത് വളർന്നോളും. അപ്പോൾ ഇതിൻ്റെ പഴുത്ത കായ്കൾക്ക് നല്ല കറുത്ത നിറമാണ്. അപ്പോൾ ഒരു പുളിപ്പ് രസം ഉണ്ടാവും. കഴിക്കാൻ പ്രത്യേകിച്ച് അരുചിയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെയും കഴിക്കാം, കറികളിലിട്ടും കഴിക്കാം. അപ്പോൾ കാണാത്തവരെല്ലാവരും കണ്ടോളൂ. ഇതാണ് മണിത്തക്കാളി, അതിൻ്റെ കായ പഴുത്തതാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മുടെ എല്ലാ കറികളിലും ഉൾപ്പെടുത്താൻ കഴിയുന്നൊരു പച്ചക്കറിയാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ.